MI A1 സക്സസറായി ഇറങ്ങിയ ഫോണാണ് MI A2. MI A1 വളരെ നല്ലൊരു ക്യാമറയുമായി വന്നൊരു ഫോണായിരുന്നു. iPhone 7 Plus ക്യാമറ ക്വാളിറ്റിയുടെ ഒരു റേഞ്ചിൽ വരുന്നൊരു ഫോണായിരുന്നു MI A1. അതുകൊണ്ട് തന്നെ MI A2 നിന്നും വളരെ വളരെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് 5.99 ഇഞ്ച് ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു iPhone 10 ഒരു ലുക്കിലാണ് വരുന്നത്, ക്യാമറ പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ Snapdragon 660 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് Snapdragon 660. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. 4GB റാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 64GB ഇൻറ്റേർണലാണ് ഇതിലുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓറിയോ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്നൊരു ഫോണാണിത്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും. പിന്നെ ഒരു 2 കൊല്ലത്തിനുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഗ്യാരണ്ടീഡാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ അവൈലബിൾ അല്ല. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ ഇതിൽ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബോക്സിൽ തന്നെ Type-C to 3.5mm ഓഡിയോ ജാക്ക് കൺവേർട്ടർ അതിലുണ്ട്. അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഈ കണക്ടർ എടുക്കാൻ മറന്നാൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിൻ ക്യാമറ വരുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 12 MP മെയിൻ സെൻസറും 20 MP ഡെപ്ത് സെൻസറുമായിട്ടാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 MP സെൽഫി ഷൂട്ടറുമായിട്ടാണ്. ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യുന്ന ക്യാമറയാണ് ഇതിലുള്ളത്. നല്ല ക്ലാരിറ്റി ഉള്ളതും നല്ല ഡീറ്റെയിൽസും ഉള്ളതുമായിട്ടുള്ള പിക്ചേഴ്സാണ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ പോലും അത്യാവശ്യം നന്നായി ഈ ഫോൺ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പിൻ ക്യാമറ വെച്ചിട്ട് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിലും ഫ്രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ് അവൈലബിളും ആണ്. ഇതിൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. നല്ല പെർഫോമൻസും നല്ല ക്യാമറയുമായി വരുന്ന MI A2 വളരെ ഒരു നല്ല ഫോൺ തന്നെയാണ്. 3.5mm ഓഡിയോ ജാക്ക് ഇല്ല എന്നുള്ളതും മെമ്മറി കാർഡ് സ്ലോട്ട് അവൈലബിൾ അല്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റിയ ഒരു നല്ല ഫോൺ തന്നെയാണ് MI A2. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടെ തന്നെ മറക്കാതെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക.